അഫ്ഗാനിസ്ഥാനിലെ പക്തിക പ്രവിശ്യയിലുണ്ടായ പാക് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 8 പ്രാദേശിക ക്രിക്കറ്റ് താരങ്ങളും പാകിസ്ഥാനുമായുള്ള ത്രിരാഷ്ട്ര T20 മത്സരങ്ങൾ അഫ്ഗാനിസ്ഥാൻ റദ്ദാക്കി. ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ബൽറാം. ഉന്മേഷ്, ക്രിസ്റ്റീന, ഇന്നലെ വൈകിട്ടാണ് അഫ്ഗാനിസ്ഥാനിലെ പക്തിക പ്രവിശ്യയിലെ 2 ജില്ലകളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത്. 4 തവണയോളം പാക് വിമാനങ്ങൾ ഈ മേഖലയിൽ ആക്രമണം നടത്തി. ജനവാസ മേഖല കേന്ദ്രീകരിച്ച് നടന്ന ഈ ആക്രമണത്തിലാണ് 8 ക്രിക്കറ്റ് താരങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ താരങ്ങൾ കളി പൂർത്തിയാക്കി മടങ്ങുകയായിരുന്നു. ആ മടങ്ങും വഴിയാണ് പാകിസ്ഥാന്റെ വ്യോമാക്രമണം ഉണ്ടാവുകയും ഇവരുടെ മുകളിലേക്ക് ഒരു ബോംബ് വീഴുകയും ചെയ്തത്. കൂടാതെ പ്രദേശത്ത് 2 സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരും ഈ ആക്രമണത്തിൽ മരിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിരവധി പേർ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. ഈ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാനും ശ്രീലങ്കയുമായുള്ള ത്രിരാഷ്ട്ര T20 മത്സരത്തിൽ നിന്നും പിന്മാറാനുള്ള തീരുമാനം അഫ്ഗാൻ ക്രിക്കറ്റ് ബോർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഈ നടപടി അപലപനീയമാണ് എന്നും അഫ്ഗാൻ ക്രിക്കറ്റ് ബോർഡ് പ്രതികരിച്ചിരിക്കുന്നു. അതേസമയം ഈ ഒരു ആക്രമണത്തിന് അഫ്ഗാനിസ്ഥാൻ തിരിച്ചടി നൽകിയതായുള്ള റിപ്പോർട്ടുകൾ നിലവിലില്ല. ഒരാഴ്ചക്കിടെ 3-ാം തവണയാണ് അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നത്. നേരത്തെ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കിയുടെ ഇന്ത്യ സന്ദർശനം ആരംഭിച്ച ഘട്ടത്തിലായിരുന്നു അഫ്ഗാനിസ്ഥാനിലേക്ക്, കാബൂളിലേക്ക് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തുകയും അതിന് അഫ്ഗാനിസ്ഥാൻ തിരിച്ചടി നൽകുകയും ചെയ്തത്. തുടർന്ന് ഖത്തറും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ടായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തലിന് ധാരണയുണ്ടാക്കിയത്. അതിന് പിന്നാലെ 2 ദിവസം മുമ്പ് വീണ്ടും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് വ്യോമാക്രമണം നടത്തുകയും പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകളിലേക്ക് ഡ്രോൺ ഉപയോഗിച്ച് അഫ്ഗാനിസ്ഥാൻ മറുപടി നൽകുകയും ചെയ്തിരുന്നു. പിന്നാലെ പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചതനുസരിച്ച് വെടിനിർത്തൽ ധാരണയിലെത്തി എന്നായിരുന്നു അഫ്ഗാൻ ഭരണകൂടം അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഒരു ദിവസം പിന്നിടുമ്പോൾ പാകിസ്ഥാൻ വീണ്ടും വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ശക്തമായ ഭാഷയിൽ അഫ്ഗാൻ ക്രിക്കറ്റ് ബോർഡും താലിബാൻ ഭരണകൂടവും ഈ ഒരു നടപടിയെ അപലപിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, ഉന്മേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.